അമിതമായ ശരീരഭാരം, ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിലെ ഏറ്റവും ചില പുതിയ സാങ്കേതികമായ കണ്ടുപിടുത്തങ്ങൾ അവയൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി വളരെ സയൻറ്റിഫിക്കലി സക്സസ്ഫുൾ ആക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ചില സ്ഥലങ്ങൾ, അത് ചിലപ്പോൾ നമ്മുടെ തൈസ് ആയിരിക്കാം, ബട്ടക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബെല്ലി ആയിരിക്കാം, ചെസ്റ്റ് ഏരിയ ആയിരിക്കാം. അവിടെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എക്സസൈസുകൾ ചെയ്യുന്ന ഒരു അപ്രോച്ചുണ്ട്. അതിനെ സ്പോട്ട് റിഡക്ഷൻ എന്നാണ് പൊതുവെ പറയാറ്. അതൊരു ശാസ്ത്രീയമായി യാതൊരു അടിത്തറയും ഇല്ലാത്ത വെറും ഒരു മിത്താണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എക്സസൈസിലാണെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ചില എക്സസൈസ് പ്രോഗ്രാം നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ തന്നെ ഓക്സിഡൈസ് ചെയ്യാവുന്ന തരത്തിലുള്ള വ്യായാമ രീതികൾ ചെയ്യാത്തൊരു എക്സസൈസ് ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഡയറ്റിൻ്റെ കാര്യത്തിലോട്ട് വരാം. നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഫാറ്റ് മെൽറ്റിംഗ് ഫുഡ്, ഞാൻ അങ്ങനെ തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, അത്തരത്തിലുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള പോഷകങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലോ ഇത്തരത്തിലുള്ള ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഒബേസിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ ഏറ്റവും ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഒന്ന് സ്ഥിരമായിട്ട് നടക്കാൻ പോകുക എന്നുള്ളതാണ്. ചില ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ വളരെ വിയർത്ത് കുളിച്ച് ക്ഷീണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. അത് ചിലപ്പോൾ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ജിമ്മിലായിരിക്കാം. ചിലർ യോഗ ചെയ്യും, അല്ലെങ്കിൽ ചിലർ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യും. പക്ഷേ ഇവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള സയൻസ് എന്താണെന്ന് നോക്കാം. എക്സസൈസ് ഫണ്ടമെൻ്റലി നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കാർഡിയോ നമ്മൾ പറയും, കാർഡിയോ റെസ്പിറേറ്ററി എക്സസൈസസ് ഉണ്ടാവും. മറ്റൊന്ന് മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ തന്നെ കാർഡിയോ റെസ്പിറേറ്ററി എക്സസൈസ് ആക്ടിവിറ്റീസ് തന്നെ മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുണ്ട്, ഹൈ ഇൻറ്റൻസിറ്റിയുണ്ട്. ശരീരത്തിലെ അമിതമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ കുറയ്ക്കാൻ പറ്റുന്ന എക്സസൈസ് സ്പെസിഫിക് ആയിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു മീഡിയം ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന സോൺ 2 എക്സസൈസാണ്. ഇന്ന് വളരെ എക്സസൈസ് സർക്കിളിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒന്നാണ് സോൺ 2 എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് സോൺ 2 നോക്കാം. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ സാധാരണ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കാറുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ച് ഹാർട്ട് ബീറ്റ് വർദ്ധിച്ച് ഒരു മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ, അതായത് പരമാവധി ഹൃദയത്തിന് എടുക്കാവുന്ന ബീറ്റ്സിൻ്റെ ഒരു 50 to 70% അച്ചീവ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ചെയ്യുന്ന എക്സസൈസാണ് സോൺ 2 എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? കണ്ടുപിടിക്കാനായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മളൊരു പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പാലിക്കാവുന്നത് ഒന്ന്, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പേഴ്സണൽ എക്സസൈസ് പ്രോഗ്രാമിലും എൻ്റെ ക്ലയൻസിനോടും പറഞ്ഞ ഇതാണ്: 182 മൈനസ് യുവർ ഏജ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഏജ് 50 ആണെങ്കിൽ 182 മൈനസ് 50, അതായത് 132 നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് എത്തുന്ന രീതിയിലുള്ള എക്സസൈസാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റിലാണെങ്കിൽ അതിലെ സെൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സ്പീച്ച് ടെസ്റ്റ് നടത്തുക. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫോണിൽ ഒരാളോട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ സംസാരിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ അങ്ങേ തലക്കിൽ നിന്ന് ഒരാൾ നിങ്ങളോട് ചോദിക്കും, ഇതെന്താ വല്ലാതെ കിതയ്ക്കുന്നത് എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സോൺ 2ലാണ്. ഇത്തരത്തിൽ ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിൽ വരുന്ന കാർഡിയോ റെസ്പിറേറ്ററി എക്സസൈസ് ശ്രദ്ധിക്കുക, ഒരു 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കണ്ടിന്യൂസ് എന്ന് പറയാൻ കാരണം, എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന തുടക്ക സമയത്ത് ശരീരം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന ഊർജ്ജം ഗ്ലൈക്കോജനാണ്. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ഒരു അന്നജമാണ്. അത് പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ കരളിലും അതുപോലെ നമ്മുടെ പേശികളിലുമാണ്. തുടക്കത്തിൽ ഒരു 5-10 മിനിറ്റ് ഗ്ലൈക്കോജനായിരിക്കും ഉപയോഗിക്കുക. സോൺ 2 ആണെന്നുണ്ടെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഗ്ലൈക്കോജനിൽ നിന്ന് നമ്മുടെ ശരീരം ഊർജം കിട്ടാൻ വേണ്ടി ഫാറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഫാറ്റിനെ ഓക്സിഡൈസ് ചെയ്യുന്നത്, ഫാറ്റ് ഊർജ്ജമാക്കി ഉപയോഗിക്കുന്ന വ്യായാമം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സോൺ 2 ആണ്. സോൺ 2 എക്സസൈസ് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ചുരുങ്ങിയത്, അതായത് 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ 3 തവണയെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ള ഫാറ്റ് ബേണിംഗ് അല്ലെങ്കിൽ ഫാറ്റ് ഓക്സിഡേഷൻ, അല്ലെങ്കിൽ പൊതുവായി പറയുകയാണെങ്കിൽ ഒരു ഫാറ്റ് കുറയ്ക്കുന്ന വ്യായാമം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു എക്സസൈസ്
മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന അല്ലെങ്കിൽ മസിൽസിൻ്റെ വോളിയം കൂട്ടുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളാണ്. ഒരുപക്ഷെ നേരിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകൾക്ക് ഫാറ്റിനെ ഓക്സിഡൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പേശികളുടെ അളവ് വർദ്ധിക്കും. അതായത് നമ്മുടെ ശരീരത്തിലെ സ്കെലിറ്റൽ മസിൽസ്, അസ്ഥികളോട് ചേർന്നിരിക്കുന്ന പേശികളുടെ അളവ് വർദ്ധിക്കും. അതുകൊണ്ട് എന്തുണ്ടാവും? നമ്മുടെ ശരീരത്തിൻ്റെ ഓവറോൾ മെറ്റബോളിസം, അതായത് എത്ര ഊർജ്ജം വേണം നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ, അത് വർദ്ധിക്കുന്നു. വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുന്നു, റെസ്പിറേഷൻ ഉണ്ട്, ചിലപ്പോൾ ഡൈജഷൻ ഉണ്ടാവും, ബ്രെയിൻ ഫങ്ഷൻസ് ഉണ്ട്, ഇതിനൊക്കെ ഊർജ്ജം ആവശ്യമാണ്. ഈ ഊർജ്ജത്തിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് പേശികൾ വർദ്ധിക്കുകയാണെങ്കിൽ വർദ്ധിക്കും. കണക്കുകൾ പറയുന്നത് ഒരു 500 ഗ്രാം മസിൽസ് കൂടുമ്പോൾ നമ്മളുടെ മെറ്റബോളിസം ചുരുങ്ങിയതൊരു 100 കാലറി എങ്കിലും സ്ഥിരമായി വർദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ ഒരു പോസ്റ്റ് എക്സസൈസ് ബെനിഫിറ്റ് എന്ന് പറയാൻ സാധിക്കും. എക്സസൈസിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എക്സസൈസ് എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ്. രാവിലെയാണോ വൈകുന്നേരമാണോ ഫാറ്റ് ഓക്സിഡേഷൻ നല്ലതെന്നുള്ള ചോദ്യം, അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. ഒരു ഫാസ്റ്റിങ്ങിൽ, അത് ഒരു 3 മുതൽ 12 മണിക്കൂർ വരെ ഉള്ളൊരു ഫാസ്റ്റിങ്ങിന് ശേഷമാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശരീരം കൂടുതലും ഉപയോഗിക്കുന്നത് ഫാറ്റ് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ സംസാരിച്ച നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോജൻ ഇപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ്റെ അളവ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ എക്സസൈസിൻ്റെ ആദ്യം നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത് അന്നജമായിട്ടുള്ള ഗ്ലൈക്കോജൻ തന്നെയായിരിക്കും. ഫാറ്റിലോട്ട് ശരീരം മാറുന്നത് വളരെ സാവധാനത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഫാസ്റ്റിങ്ങിൽ തന്നെ എക്സസൈസ് ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യം എന്ന് പറയാൻ കാരണം. മാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും നാമമാത്രമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഴം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബ്രെഡ് കഴിച്ചിട്ടാണ് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആ ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്യാനായിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ ഒരു പ്രത്യേകതയുണ്ട്. ഇൻസുലിൻ ഫാറ്റ് ഓക്സിഡേഷനെ ബ്ലോക്ക് ചെയ്യും. സോ ഇൻസുലിൻ ക്യാൻ പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഇൻസുലിൻ ഏറ്റവും കുറഞ്ഞ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ ഫാസ്റ്റിംഗ് തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മളുടെ ഫാറ്റിൻ്റെ ഓക്സിഡേഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊന്നാണ് NEAT, NEAT, നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനസിസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ ഇരിക്കുന്ന സമയത്ത് വളരെ മൈക്രോ മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ വളരെ സട്ടിലായിട്ടുള്ള ചില മൂവ്മെൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഫാറ്റ് ഓക്സിഡേഷനെയും കാലറി എക്സ്പെൻഡിച്ചറിനെയും വർദ്ധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആൾക്കാർ, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, കാലുകൾ വെറുതെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ഒരു അസ്വസ്ഥനായ ഒരു വ്യക്തിയുടെ ചേഷ്ടകളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, വളരെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില മൂവ്മെൻറ്റുകൾ, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് എണീക്കുക, ഇടയ്ക്കൊന്ന് ഇരിക്കുക, ഇത്തരത്തിലുള്ള നോൺ എക്സസൈസ് മൂവ്മെൻറ്റുകൾ പഠനങ്ങൾ പറയുന്നത് അത്തരത്തിൽ ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു 300 മുതൽ 750 കാലറി വരെ ഫാറ്റ് ഓക്സിഡേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സസൈസ് ആക്ടിവിറ്റിയാണ് എക്സസൈസ് സ്നാക്കിംഗ്, അല്ലെങ്കിൽ വിൽപ എന്ന് പറയുന്നത്, വിഗറസ് ഇൻ്റർമിറ്റൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, ലൈഫ് സ്റ്റൈൽ ഫിസിക്കൽ ആക്ടിവിറ്റി. അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് പൊതുവേ മിക്ക ആൾക്കാരും ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാണ് ഒരു ദിവസം ചുരുങ്ങിയതൊരു 10,000 മുതൽ 15,000 അടിയെങ്കിലും നടക്കുക എന്നുള്ളത്. അതായത് അവർ ഡെയിലി വളരെ ആക്റ്റീവാണ്. ഞാൻ ഇതിനുപയോഗിക്കുന്നൊരു ടെക്നിക്കുണ്ട്. നിങ്ങൾ മൂൺ വാക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്നത് ഫോൺ വാക്കിംഗ് ആണ്. അതായത് ഒരു ഫോൺ വന്നാൽ ഞാൻ സാധാരണ ഒരു ശീലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ തന്നെ എണീക്കുക, ആ ഫോൺ സംഭാഷണം വരെ ഒന്ന് നടക്കുക, പിന്നെ ഒന്ന് ഇരിക്കുക എന്നുള്ളത്. കാരണം ഫോൺ ചെയ്യുന്ന സമയത്ത് കൂടുതലും അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി വെച്ചു. അമിതവണ്ണം നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു ഇടപെടൽ, ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഭക്ഷണത്തിലാണ്. മേ ബി ഇന്നലെ വരെ 3 ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ കടിച്ച് പിടിച്ച് ഒരു ചപ്പാത്തിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം അങ്ങ് ഒഴിവാക്കുന്നു, ചായയിലും കോഫിയിലുമുള്ള ഷുഗർ കട്ട് ചെയ്യുന്നു, കുറച്ച് പ്രോസസ്ഡ് ഫുഡൊക്കെ ഒഴിവാക്കുന്നു. ചില ആൾക്കാർ കുറച്ചുകൂടി നല്ല ആവേശത്തോടെ അമിതമായ ഉത്സാഹമുള്ള ആൾക്കാർ ചിലർ ചെയ്യുന്നത് കടുത്ത ഭക്ഷണക്രമത്തിലോട്ട് അങ്ങ് പോകും. പല ആൾക്കാരും പട്ടിണി കിടക്കുന്നവരെ കണ്ടിട്ടുണ്ട്, വളരെ പെട്ടെന്ന് ശരീരഭാരം കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെ വിളിക്കുന്നത് കാറ്റബോളിക് വെയ്റ്റ് ലോസ് എന്നാണ്. അതായത് സ്വന്തം ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള ശരീരഭാരം കുറയ്ക്കലാണ്. ഇത് ഗുണകരമല്ല. കാരണം ഈ സന്ദർഭത്തിൽ ശരീരഭാരം കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിലുള്ള പേശികൾ നഷ്ടപ്പെടുന്നുകൊണ്ടാണ്.
നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ലാത്ത ഒരു അവയവമാണ് പേശികൾ. കൊഴുപ്പല്ല കുറയുന്നത്, പേശികൾ നഷ്ടപ്പെട്ടാണ് കുറയുന്നത്. മാത്രമല്ല ഇതുമൂലം നിരവധി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ഹോർമോൺ സിസ്റ്റം തകരാറിലാവും, മുടി കൊഴിച്ചിലുണ്ടാവുക, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവുക, സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാവുക, മൂഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുക. ഇതൊരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പലർക്കും കാര്യമായൊരു വ്യത്യാസം ഉണ്ടാകാറില്ല, അഥവാ വ്യത്യാസം ഉണ്ടായാൽ തന്നെ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരീരഭാരം കുറയ്ക്കുന്നതിനകത്ത്, ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ കാലറി എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടൊരു കാലറി ഉണ്ടാവും. അതിനൊരു മെയിൻ്റനൻസ് കാലറി എന്ന് പറയാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ലളിതമായിട്ടുള്ള കുറച്ച് ക്രൂഡായിട്ടുള്ളൊരു ഫോമാണ്. നിങ്ങളുടെ ശരീരഭാരം ഇൻ പൗണ്ടിൽ നിങ്ങളുടെ ശരീരഭാരം എത്രയാണോ അതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിനൊരു മെയിൻ്റനൻസിനുള്ളൊരു കാലറി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാലറിയുടെ താഴെയായിരിക്കണം. എന്നാൽ മാത്രമേ അതൊരു കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റിലോട്ട് പോയി എന്ന് പറയാൻ സാധിക്കൂ. കാലറി റെസ്ട്രിക്ഷൻ ശരീരഭാരം കുറയ്ക്കുന്നതിന്, ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് നിർണായകമായൊരു ഇടപെടലാണ്. ശരീരഭാരം കുറയ്ക്കാൻ, അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു മെയിൻ്റനൻസ് കാലറിയിൽ നിന്ന് ഒരു 300 മുതൽ 700 കാലറി വരെ ഓരോ ആൾക്കാരുടെയും സമീപനത്തിനും പ്ലാനിനും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പൊതുവായി പറയുകയാണെങ്കിൽ ഒരു 300 to 700 കാലറീസ് ഡെഫിസിറ്റിലുള്ള ഒരു ഇൻടേക്കാണ്, ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ശരീരഭാരം കുറയ്ക്കാനും വെയിറ്റ് ലോസിനും ഫാറ്റ് ലോസിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ശരീരഭാരം ഇൻ പൗണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി കോമ്പോസിഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ ബേസിക് മെറ്റബോളിക് റേറ്റ്, ഇതൊക്കെ ChatGPTയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള എത്ര കാലറിയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ കഴിക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര കാലറി ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഞാൻ ഈ പറഞ്ഞ സയൻസ് കുറച്ച് സങ്കീർണമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെ ഒരു കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റിലോട്ട് പോകാം എന്നതിനെക്കുറിച്ചിട്ടൊരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു സെഷൻ, ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവൊന്ന് തൂക്കി നോക്കാൻ പറ്റുന്ന ഒരു ബാലൻസ്, വളരെ വില കുറവുള്ള ബാലൻസ് നമ്മുടെ വീട്ടിൽ വാങ്ങുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനൊന്ന് തൂക്കി നോക്കിയിട്ട് അത് എളുപ്പം, ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ ആപ്പുകൾ ലഭ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ MyFitnessPal വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കാലറി കൗണ്ടിങ് ആപ്പാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ആ ആപ്പിലോട്ട് ഫീഡ് ചെയ്താൽ ഒരു ദിവസം നമ്മൾ എത്ര കാലറി കഴിച്ചു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കാലറി കൗണ്ടിങ് ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഒരു 2-3 ആഴ്ച ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കണ്ടാൽ തന്നെ ഏറെക്കുറെ ഏകദേശം എത്ര കാലറി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇൻറ്റ്യൂട്ടീവ് തിങ്കിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ കാലറി എത്ര ചിലവഴിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ സ്മാർട്ട് വാച്ചസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് ഒരുപക്ഷെ വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ ഫാറ്റ് റിഡക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇഫ് യു ക്യാൻ മെഷർ ഇറ്റ് യു ക്യാൻ മാനേജ് ഇറ്റ്. അതായത് നമുക്ക് വേണ്ടത് കൃത്യമായ സംഖ്യകളും വസ്തുതകളുമാണ്. അങ്ങനെയാണെങ്കിൽ വളരെ സയൻറ്റിഫിക്കായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് കഴിക്കേണ്ടത്? കാരണം കാലറി മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനുകളുമാണ്. ഞാനൊരു ന്യൂട്രീഷൻ സയൻസിലോട്ട് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. എന്നാലും വളരെ അന്നജം കുറഞ്ഞ, അന്നജം വേണ്ട എന്നല്ല പറഞ്ഞത്, നോ കാർബോഹൈഡ്രേറ്റ് എന്നല്ല പറഞ്ഞത്, കുറച്ച് ലോ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള നല്ല ഒപ്റ്റിമൽ പ്രോട്ടീനുള്ള നല്ല ഹെൽത്തി ഫാറ്റ് ഉള്ള ഡയറ്റ് കഴിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും, എന്ത് ന്യൂട്രീഷൻ കോമ്പിനേഷൻ ആണെങ്കിലും, എന്ത് ഫോർമുലയാണെങ്കിലും, എന്ത് ഡയറ്റ് പ്ലാൻ ആണെങ്കിലും ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള 2 കാര്യങ്ങൾ നടന്നേ മതിയാവും. അതിലൊന്ന്, കഴിക്കുന്ന ഭക്ഷണം രുചികരവും സ്വാദുള്ളതുമായിരിക്കണം, പാലറ്റബിൾ ആയിരിക്കണം. 2, കഴിച്ചാൽ നമുക്കൊരു ഫുൾനെസ് തോന്നണം, തൃപ്തി തോന്നണം. കാരണം രുചിയില്ലാത്ത ഭക്ഷണം ഒരിക്കലും സസ്റ്റൈനബിൾ അല്ല. നമ്മളുടെ അമിതവണ്ണം കുറയ്ക്കാൻ, ശരീരത്തിലെ കൊഴുപ്പിനെ ഒന്ന് ഡ്രാസ്റ്റിക്കായിട്ട് ബേൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന 2 മാജിക് ന്യൂട്രിയൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടായാൽ മതിയാവും. അതിലൊന്ന് പ്രോട്ടീനാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡുകളാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോസ് പ്രോട്ടീൻ സെൻട്രിക് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയാവുന്ന ഒരു കാര്യം, ശരീരഭാരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ന്യൂട്രിയൻ പ്രോട്ടീനാണ്. അതിൻ്റെ അളവ്
ഒരു 1.5 to 2.2 gram per kilogram. അത്രയും അളവിൽ പ്രോട്ടീൻ നമ്മുടെ എല്ലാ മീലിലും ആവശ്യമാണ്. കാരണം പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇറ്റ് ഇൻക്രീസസ് യുവർ മസിൽ മാസ്, ഇറ്റ് ഇൻക്രീസസ് യുവർ മെറ്റബോളിസം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻറ്റ് പലരും പരിഗണിക്കാതെ പലരും വിട്ടുപോകുന്നൊരു ന്യൂട്രിയൻ്റാണ്, അത് ഫൈബറാണ്, നാരുകളാണ്. ഒരു ദിവസം ഒരു 30 to 50 gram, കണക്കുകളാണ് പറയുന്നത്, 30 to 50 gram പെർ ഡേ ഫൈബർ ആവശ്യമാണ്. കാരണം ഫൈബറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഫൈബർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് റിലീസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഹോർമോണാണ് GLP-1. GLP-1ൻ്റെ സിന്തറ്റിക് ഫോമുകളാണ് ഇന്ന് ശരീരഭാരം നിയന്ത്രിക്കാനും പ്രമേഹം നിയന്ത്രിക്കാനുമായിട്ടുള്ള ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന മരുന്നുകളുടെ പോലും ഫോർമുലേഷൻ. ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഈ അമിതമായ കാലറി ഫാറ്റായിട്ട് എങ്ങനെയാണ്, എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പല ഡെപ്പോസിറ്റ് ഓപ്ഷൻസ് നോക്കും. അത് SIP ആയിരിക്കാം, മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കാം, ഗോൾഡ് ആയിരിക്കാം. എന്ന് പറയുന്ന പോലെ ശരീരത്തിനൊരു സ്ട്രാറ്റജി ഉണ്ട്. അതിൽ കൂടുതൽ കുറച്ച് ജെനറ്റിക്സിൻ്റെ റോളുണ്ട്. പ്രധാനമായിട്ടും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന 2 ഏരിയയിലാണ്. ഒന്ന് വിസറൽ ഏരിയ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ ചുറ്റും. അതിനെ വിളിക്കുന്നത് വിസറൽ അഡിപ്പോസ് ടിഷ്യൂ എന്നാണ് പറയുന്നത്, വാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഏരിയ നമ്മുടെ തൊലിയുടെ അടിയിലാണ്. അതിനെ സ്കിൻ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയും, സാറ്റ് എന്ന് പറയും. സോ വാറ്റും സാറ്റുമാണ് പ്രധാനപ്പെട്ട 2 ഏരിയകൾ. എന്തു തന്നെയാണെങ്കിലും നല്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ടോട്ടൽ ബോഡി ഫാറ്റ് നോക്കുകയാണെങ്കിൽ, മൊത്തം ശരീരഭാരത്തിൻ്റെ ഒരു ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചാണെങ്കിൽ, ഒരു കോമൺ മാൻ ആണെങ്കിൽ മേ ബി ഒരു 10 to 15%. പുരുഷന്മാരെ സംബന്ധിച്ച് 10 മുതൽ 15% വരെ ബോഡി ഫാറ്റ് വരെ ആകാം. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 15 മുതൽ 20% വരെ ബോഡി ഫാറ്റ് ആവാം. ഈ വാറ്റിലും സാറ്റിലും, അതായത് വിസറൽ അഡിപ്പോസ് ടിഷ്യൂലും സ്കിൻ അഡിപ്പോസ് ടിഷ്യൂലും അപകടകാരി വാറ്റാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രെഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഹെൽത്തിൻ്റെ അസസ്മെൻറ്റിലും ലൈഫ് സ്പാനിൻ്റെ പ്രെഡിക്റ്റബിലിറ്റിയിലും വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് വേസ്റ്റ് ലൈൻ. അതായത് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്തെ, നമ്മുടെ പൊക്കിൾ ചുറ്റുമുള്ള ഭാഗത്തെ സർക്കംഫറൻസ്. പലപ്പോഴും ഇഫ് യു ഹാവ് ആൻ ഇൻക്രീസ്ഡ് വേസ്റ്റ് ലൈൻ, യു വിൽ ഹാവ് എ ഡിക്രീസ്ഡ് ലൈഫ് ലൈൻ എന്ന് പറയാറുണ്ട്. യുവർ വേസ്റ്റ് ലൈൻ ഡിറ്റർമിൻസ് യുവർ ലൈഫ് ലൈൻ എന്ന് പറയാറുണ്ട്. ഒന്ന് വിശദമായി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏറെക്കുറെ ലോകം മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏകദേശം യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാരോഗ്യ പ്രശ്നമാണ് ഒബേസിറ്റി അല്ലെങ്കിൽ ഗ്ലോബേസിറ്റി. അമിതവണ്ണവും ശരീരത്തിലെ അമിതമായ കൊഴുപ്പും കുറയ്ക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെയുള്ള പഠനങ്ങൾ, ആ ലിറ്ററേച്ചേഴ്സ് ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയിലായിക്കോട്ടെ ഒരു സമൂഹത്തിലായിക്കോട്ടെ, ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ സയൻസ് കേന്ദ്രീകൃതമായിരിക്കുന്നത് 9 പ്രധാനപ്പെട്ട കമ്പോണൻസിലാണ്, അല്ലെങ്കിൽ 9 സ്ട്രാറ്റജീസാണ്. ഈ സ്ട്രാറ്റജി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി നമ്പർ 1 കാലറി റെസ്ട്രിക്ഷനാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അമിതമായി വരുന്ന കാലറിയെ നിയന്ത്രിക്കുന്ന ഒരു സമീപനം. കാരണം നമ്മൾ നല്ലൊരു ശതമാനം ആൾക്കാരും ഓവർ ഫെഡാണ്. രണ്ടാമത്തെ ഒരു അപ്രോച്ച് ന്യൂട്രീഷണൽ ആൻഡ് ഡയറ്ററി അപ്രോച്ചാണ്. കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങുന്ന ഒരു ഭക്ഷണക്രമത്തിലോട്ട് മാറുക എന്നുള്ളത്. മൂന്നാമത്തത് ശരിയായ രീതിയിലുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി. അതിൽ നമ്മുടെ ശരീരത്തിലെ പേശികൾക്കും ഫാറ്റും തമ്മിലുള്ള ഒരു അനുപാതം, ഒരു ഹെൽത്തി ആയിട്ടുള്ള റേഷ്യോ, മസിൽ ഈസ് ടു ഫാറ്റ് 2:1, അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ 2.5:1 എന്നുള്ളതാണ്. മറ്റൊരു 4ാമത്തെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസാണ്. ഒരുപാട് ആൾക്കാർക്ക്, സമൂഹത്തിലെ ഒത്തിരി ആൾക്കാർക്ക് നിരവധി തരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസുകളുണ്ട്. അത് തൈറോയ്ഡ് ഇംബാലൻസ് ആവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവാം, സെക്സ് ഹോർമോൺസിൻ്റെ ഇഷ്യൂസ് ആവാം, അമിതമായിട്ടുള്ള കോർട്ടിസോളിൻ്റെ ആവാം, ഗ്രിലിൻ, നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഗ്രിലിൻ്റെ ഹോർമോൺ ഇംബാലൻസ് ആവാം, അതുപോലെ ലെപ്റ്റിൻ റിലേറ്റഡ് ഇഷ്യൂസ് ആവാം. സോ ഹോർമോൺ ഇംബാലൻസ് കണക്കിലെടുക്കേണ്ട 4ാമത്തെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. മറ്റൊന്ന് ഇൻഫ്ലമേഷനാണ്. പല അവസ്ഥ കൊണ്ടും പല രോഗത്തിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്. എനിക്ക് ഓർമ്മ വരുന്ന ഈ അടുത്ത കാലത്ത് ഇൻഫ്ലമേഷൻ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് മാത്രം ശരീരഭാരം കുറച്ചൊരു സെലിബ്രിറ്റിയുടെ കഥ സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറാണ്. എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല.
മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്ലീപ്പ് ഹൈജീനാണ്. കറക്റ്റ് സമയത്തുള്ള ഉറക്കം, ഗുണനിലവാരത്തിലുള്ള ഉറക്കം, ദൈർഘ്യമുള്ള ഉറക്കം, ഇത് ഒബേസിറ്റിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 6ാമത്തെ ഫാക്ടറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. സൈക്കോളജി ഫാക്ടേഴ്സിൽ നമ്മുടെ സ്ട്രെസ്സ് വരാം, നമ്മളുടെ ബിലീഫ് സിസ്റ്റംസ് വരാം, നമ്മളുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് വരാം, ചില ബിഹേവിയറൽ ഡിസോർഡേഴ്സ് വരാം. പല ആൾക്കാരെ സംബന്ധിച്ചും അവരുടെ ബോഡി ഇമേജിനെ പോലും അവർക്ക് പുതുതായി കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് അറിയാവുന്ന പല അമിതവണ്ണമുള്ള ആൾക്കാർ അവരുടെ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത്, മിററിൽ നോക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിലോട്ട് നോക്കുപോലുമില്ല. അത്രമാത്രം മോശമായിട്ടുള്ളൊരു ബോഡി ഇമേജ് അവരെ സംബന്ധിച്ച് അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയിട്ടുണ്ട്. അത് തിരുത്തേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് ഫിസിയോളജിക്കൽ ആസ്പെക്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് അവരുടെ ജെനറ്റിക്സാണ്. ഓഫ് കോഴ്സ് ജെനറ്റിക്സിനും ഒരു സ്പേസ് അമിതവണ്ണത്തിലുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ഫാക്ടർ ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു എൻവയറമെൻറ്റ്. നമ്മളുടെ ശരീരഭാരത്തെ കുറയ്ക്കാനും ആരോഗ്യം നന്നാക്കാനും ആവശ്യമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു എൻവയറമെൻറ്റ് അത് വീട്ടിലും ഉണ്ടാകണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട്, ഒരുപക്ഷെ അതൊരു കോച്ചായിരിക്കാം, ഒരു ന്യൂട്രീഷനിസ്റ്റ് ആയിരിക്കാം. ഞാൻ ഈ പറഞ്ഞ 9 ഫാക്ടേഴ്സിനെയും ഓരോന്നോരോന്ന് കണ്ട് ഓരോ വ്യക്തിയിലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്നൊരു അപ്രോച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആരോഗ്യ പ്രശ്നത്തെ ശരിക്കും ശാസ്ത്രീയമായി, ലളിതമായി, സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത്തരമൊരു ശാസ്ത്രീയമായ സമീപനം വെച്ചുകൊണ്ട് ഹാർമണി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊല്യൂഷനാണ് വെയ്റ്റ് എക്സിറ്റ്. ഈ ഒരു പ്രോഗ്രാമിനകത്ത് ആ വ്യക്തിയെ സഹായിക്കാനായിട്ടൊരു ക്ലിനീഷ്യൻ, ഒരു ന്യൂട്രീഷനിസ്റ്റ്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, ഒരു ഫിറ്റ്നസ് ട്രെയിനർ, മേ ബി ആവശ്യമാണെങ്കിൽ ഒരു ബിഹേവിയറൽ സൈക്കോളജിസ്റ്റ് വരെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവായിട്ടുള്ള പ്ലാനാണ്. അമിതവണ്ണം കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സാധിച്ചിട്ടുള്ള ആൾക്കാരിൽ നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് അതിൽ 95% ആൾക്കാർക്കും അവരുടെ ഈ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർക്കൊരു പങ്കാളി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പങ്കാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദേ നീഡ് എ ബഡി ഓർ എ കോച്ച്. സോ അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു സയൻറ്റിഫിക് സ്ട്രക്ചറോടുകൂടി ഒരു സപ്പോർട്ട് സിസ്റ്റത്തോടെ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾവിങ് ഒബേസിറ്റി ഓർ ഓവർകമ്മിങ് ഓവർ വെയ്റ്റ് ഓർ reducing body fat is not that complicated.